യെസ് യെസ് യെസ്. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ സ്കൂളിന്റെ ഗേറ്റിന് പുറത്ത് വെക്കുക. കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളെയാണ്. ഈ ചെറിയ കുട്ടികള് പലതും ചോദിക്കും, ചെയ്യും. അവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോഴൊന്നും നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം ഗേറ്റിന് പുറത്ത് വെച്ചു. ഇനി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടുപോകേണ്ടത്? കുട്ടികളോട് ഒരുപാട് സ്നേഹം, നിങ്ങളുടെ ചിരിച്ച മുഖം, ഇതുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകേണ്ടത്. അടുത്തതായിട്ട് ക്ഷമ, പേഷ്യൻസ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് ഇത് എന്തായാലും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി ഈ രീതിയിൽ പെരുമാറി, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക, എന്താണ് നിങ്ങൾ ചെയ്യുക? ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാകും. അപ്പൊ അവിടെ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണ്? ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ്, ക്ഷമയാണ് എന്ന് നിങ്ങൾ അവിടെ മറുപടി പറയണം. ഇനി ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരുപാട് സ്റ്റോറീസും അതുപോലെ റൈംസും ഒക്കെ അറിഞ്ഞിരിക്കണം. TLM ഉപയോഗിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്റ്റോറീസും റൈംസും ഒക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ TLM ഇല്ലെങ്കിലും നമുക്ക് പാടിക്കൊടുക്കാൻ പറ്റുന്ന റൈംസ് നമുക്ക് അറിയുന്നുണ്ടാവും. ഉദാഹരണത്തിന് ചബ്ബി ചീക്സ് എന്ന റൈംസ് നമുക്ക് പാടിക്കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കുട്ടിയെ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കുക. എന്നിട്ട് കുട്ടികളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് അവരോട് പറയുക, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. Chubby cheeks, dimple chin, rosy lips, teeth within, curly hair, very fair, eyes are blue, lovely too. Teacher's pet, is that you? Yes, yes, yes. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതേസമയം ക്ലാസ്സിലിരിക്കുന്ന പ്രിൻസിപ്പളും അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന മറ്റു ടീച്ചേഴ്സും ഒക്കെ നിങ്ങളുടെ ക്ലാസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും നാണം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെയാണ്. നിങ്ങൾ വലിയ ആളായിട്ടുണ്ടാവാം, പക്ഷെ പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെയാണ്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെ നിങ്ങൾ മാറിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം. അല്ലാതെ ചെറിയ കുട്ടികളുടെ മുന്നിൽ പോയി നിന്ന് എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല, അത്രക്കൊന്നും താഴാൻ പറ്റില്ല എന്ന രീതിയിൽ മസിൽ പിടിച്ച് റൈംസ് പാടിക്കൊടുത്താല് കുട്ടികൾ അതൊന്നും ആസ്വദിക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒട്ടും നാണം വിചാരിക്കാതെ ആവുന്ന പോലെ മാക്സിമം തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ക്ലാസ് എടുത്തു കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ഇനിയിപ്പോ ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ എപ്പോ കുട്ടികളെ റൈംസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.